നല്ല നല്ല സ്ഥലങ്ങളില്ലേ, ഇന്ത്യ ഗേറ്റ്, താജ്മഹലൊക്കെ കാണാൻ പോയില്ലേ നമ്മള്? പോവോ? ഹലോ ഗൈസ്, വെൽക്കം ടു ഡൽഹി. അപ്പോൾ നമ്മളിന്ന് വെറും 300 രൂപയ്ക്ക് ഡൽഹി ഫുള്ളും ചുറ്റി കറങ്ങാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഡൽഹി ഫുള്ളും വെറും 300 രൂപയ്ക്ക് ചുറ്റി കറങ്ങാൻ പോകണമെന്നൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഡൽഹി എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്കും, അതല്ല നിങ്ങൾക്ക് അതിൽ ഒട്ടും സമയമില്ല, ഒരു ദിവസം മാത്രമേ ഉള്ളൂ, ഒരു വൺ ഡേ ട്രിപ്പൊക്കെ ആയിട്ട് ഡൽഹിയിലേക്ക് വരണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. മുഴുവനായിട്ട് കണ്ടു നോക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പഞ്ചാബിൽ നിന്നാണ് ഡൽഹിയിലേക്ക് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് നൈറ്റൊക്കെ ആയപ്പോൾ ട്രെയിൻ കയറി ഇവിടെ 6:30 AM ഒക്കെ ആയപ്പോൾ ഡൽഹിയിലെത്തി. ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ ഒരു റിക്ഷ എടുത്തിട്ട് നമ്മൾ ബസ്സിലാണ് നമ്മൾ ഡൽഹി ഫുള്ളും ചുറ്റി കറങ്ങാൻ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത ബസ് കറക്റ്റ് ടൈമിൽ തന്നെ എത്തി. ഇത് വന്നിട്ട് നമ്മളൊരു സൈറ്റ് വഴിയാണ് ബുക്ക് ചെയ്യുന്നത്. ഡൽഹി ദർശൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് വഴി നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 ഡേ പാക്കേജോട് കൂടി ഡൽഹിയിലുള്ള എല്ലാ സ്ഥലങ്ങളും നമുക്ക് ചുറ്റി കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ വലിയ ഒരുക്കമൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ബസ്സിലിരുന്നിട്ട് തന്നെ എല്ലാ പരിപാടിയും കഴിപ്പിച്ചു. പിന്നെ നമുക്ക് ഗൈഡ് ഉണ്ടായിരിക്കും. ഗൈഡ് വന്നിട്ട് നമുക്ക് എന്തൊക്കെ വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരും. എവിടെയൊക്കെ എത്ര നേരം നിൽക്കണം, അല്ല എന്തൊക്കെ കാണാനുണ്ട്, അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ആൾ പറഞ്ഞു തരും. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോയത് ഒരു ക്ഷേത്രത്തിലേക്കായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോണിനൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ബസ്സിൽ പോകുമ്പോൾ ഇതേപോലെ ഒത്തിരി സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ബസ്സിലിരുന്നോണ്ട് തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റാച്യു വന്നിട്ട് നമ്മുടെ പഴയ 500 രൂപ നോട്ടിൻ്റെ ബാക്കിൽ കാണിക്കുന്ന ചിത്രത്തിൻ്റെ ഒറിജിനൽ സ്റ്റാച്യു ആണിത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. ഫസ്റ്റ് സ്പോട്ട് വന്നിട്ട് നമ്മൾ രാഷ്ട്രപതി ഭവനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളവിടെ എത്തി. ബസ്സിലിരുന്നുകൊണ്ടുള്ള വ്യൂ ആണിത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗേറ്റ് കണ്ടില്ലേ, അതിനപ്പുറം നമുക്ക് പോകാനുള്ള പെർമിഷൻ ഇല്ല. പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് എല്ലാ കാഴ്ചകളും കാണാനായിട്ട് പറ്റും, നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ട്രാവൽ ഏജൻസിയുടെ ഒപ്പം തന്നെ ഒരു ഫോട്ടോഗ്രാഫറും നമുക്കുണ്ടായിരിക്കും. ആൾ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ച് അടുത്ത സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്പോട്ടിലും നമുക്ക് അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട്. ഫോട്ടോസ് എടുക്കാനാണെങ്കിലും വീഡിയോസ് എടുക്കാനാണെങ്കിലും ഒക്കെ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ ലഞ്ച് ടൈം ആകുമ്പോൾ അത്യാവശ്യം നല്ല റെസ്റ്റോറൻറ്റും കാര്യങ്ങളുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് മേടിച്ച് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റ് കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് നമുക്ക് ഒത്തിരി ഫോട്ടോസ് അവിടെ നിന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ DSLR ക്യാമറയിൽ എടുത്ത ഫോട്ടോസാണ്. ഞങ്ങളങ്ങനെ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് വന്നേക്കാണ്. നെക്സ്റ്റ് സ്പോട്ട് വന്നിട്ട് കുത്തബ് മിനാറാണ്. അവിടെ വന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ഒരു ഹോളിഡേ ആണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത്ര തിരക്കുണ്ടാവാറില്ല. അപ്പോൾ ഞങ്ങൾ ഉള്ളിലെല്ലാം കയറി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. കുറച്ച് നേരം അവിടെ ഇരുന്നു. ഒത്തിരി സ്ഥലമുണ്ട് അവിടെ ഇരിക്കാനാണെങ്കിലും നമുക്ക് കാണാനാണെങ്കിലും നല്ല നല്ല സ്പോട്ടുകളുണ്ട് ഫോട്ടോസ് എടുക്കാനൊക്കെ ആയിട്ട്. ശരിക്കും ഇതൊക്കെ നേരിട്ട് വന്ന് കാണേണ്ട കാഴ്ചകളാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇത്രയും നല്ല സ്ഥലങ്ങൾ കാണാതെ പോകുന്നത് വളരെ മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ സ്റ്റോൺ ടവറാണ് കുത്തബ് മിനാർ. സൗത്ത് ഡൽഹിയിലെ മെഹ്റോളി എന്ന് പറയുന്ന സ്ഥലത്താണ് കുത്തബ് മിനാർ ഉള്ളത്. 3 രാജാക്കന്മാരുടെ ഭരണകാലഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ കുത്തബ് മിനാറിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. പണ്ടൊക്കെ കുത്തബ് മിനാറിൻ്റെ മുകളിലേക്ക് നമുക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. 1980-ലുണ്ടായ ഒരു അപകടത്തിന് ശേഷം അങ്ങോട്ട് ആരും പ്രവേശിപ്പിക്കുന്നില്ല. അപ്പോൾ ഞങ്ങളിനി തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇനിയും ഒത്തിരി സ്ഥലങ്ങൾ ബാക്കിയുണ്ടല്ലോ ഡൽഹിയിൽ കാണാമെന്ന്. പക്ഷേ അത് കാണാൻ പറ്റാത്തത് ഞങ്ങളെടുത്ത ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ സൈറ്റിൽ കയറി ബുക്ക് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും എല്ലാ സ്പോട്ടുകളും ഉണ്ടോ എന്ന് നോക്കണം. ചില ദിവസങ്ങളിൽ എല്ലാ സ്പോട്ടുകളും ഓപ്പൺ ആയിരിക്കില്ല, ചിലതൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് എല്ലാതും ഓപ്പൺ ആയിരിക്കുന്നത് ആ ദിവസം കൂടുതലായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാതും നന്നായിട്ട് കാണാൻ പറ്റും. ഞങ്ങൾക്കത് അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ സ്വയമായിട്ട് വണ്ടി വിളിച്ചൊക്കെ പോവുകയാണെങ്കിൽ ഒത്തിരി എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആവും. ഇത്ര സ്ഥലം പോലും നമുക്ക് 1 ഡേ കൊണ്ട് കവർ ചെയ്യാനായിട്ട് പറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് 1 ഡേ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ തന്നെ രാജ്ഘട്ട്, ലോട്ടസ് ടെമ്പിൾ, റെഡ് ഫോർട്ട് ഇതൊക്കെ ഞങ്ങൾക്ക് മിസ്സായ സ്ഥലങ്ങളാണ്. ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെടുത്ത ഡേയുടെ പ്രശ്നമാണ്. അന്ന് ഈദായിരുന്നു. അപ്പോൾ പരമാവധി ഹോളിഡേയ്സ് ഒന്നും എടുക്കാതിരിക്കുക. നമ്മൾ ശരിക്കും അതിൽ ചെക്ക് ചെയ്തിട്ട് തന്നെ എല്ലാതും ഓപ്പൺ ആയിരിക്കുന്ന ദിവസം തന്നെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ 1 ഡേ ട്രിപ്പ് ഓപ്ഷൻ വളരെ വെർത്ത്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.